സംഘടിപ്പിക്കുകയില്ല. അവിടെ വന്ന അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സ്കൂൾ PTA, ഹെഡ് മാസ്റ്റർ, പ്രിൻസിപ്പൽ, എയ്ഡഡ് സ്കൂളുകളുടെ മാനേജർമാരുടെ യോഗം ചേരുന്നുണ്ട്. നമ്മുടെ ഹെഡ്മിസ്ട്രസ്, പ്രധാന അധ്യാപികയും ആ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. അവര് അവിടെ ഒത്തിരിയേറെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കും. അങ്ങനെ 30 കോടിയാണ് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ സ്കൂളുകൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ആവശ്യം വന്നു, അതിപ്പോൾ നോക്കി പദ്ധതി അംഗീകരിച്ചിട്ടുണ്ട്. ഇനി പൊതുവെ ഉത്തരവ് വരുമ്പോൾ ആ പ്രൊജക്റ്റ് കൂടി നമ്മൾ HMD സ്കൂളിൻ്റെ അതിൽ ഉൾപ്പെടുത്തുകയാണ്. ആദ്യത്തെ വർഷം അധ്യാപകരുടെ യോഗം ചേർന്നപ്പോൾ ഒരു പ്രസ്താവന ഉന്നയിച്ചു. ചെറിയ കാര്യം തോന്നും, കുട്ടികൾ രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് വരുന്നത്. ചിലപ്പോൾ വീട്ടിലെ സ്ഥിതി ഭക്ഷണം രാവിലെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കില്ല, ചിലപ്പോൾ വീട്ടിൽ ഭക്ഷണത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ 2 പേരെ LP UPDക്കൊക്കെ വിടാന്ന് പറഞ്ഞാൽ പിന്നെ അതിനിടയിൽ ദോശ വിടാൻ നേരം കിട്ടില്ല. ഒരാളെങ്കിലും വിളിക്കുമ്പോൾ അങ്ങനെ പോകും. ചില കുട്ടികൾ വീട്ടിലിപ്പോൾ എത്ര ചീത്ത പറഞ്ഞാലും ഒന്നും കഴിക്കില്ല. സ്കൂളിൽ ഉച്ചഭക്ഷണം കണ്ട ആദ്യമായിട്ട് കാണുന്ന പോലെ ആയിരിക്കും ഒന്നിച്ചിരുന്ന് കഴിക്കും. ചെറിയ കാര്യമാണ്, പക്ഷെ അത് ചർച്ച ചെയ്തിട്ടാണ് പോഷക സമൃദ്ധം പ്രഭാതം രാവിലെ എല്ലാ സ്കൂളിലും സൗജന്യ പ്രഭാത വർഷം ഈ വർഷത്തെ തുടങ്ങാൻ പോവുകയാണ്. 3 വർഷം നന്നായി നടന്നു, ഈ വർഷവും ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതേപോലെ യോഗം ചേർന്നപ്പോൾ